ഹായ് ഫ്രണ്ട്സ്, ACS ബിൽഡേഴ്സ് ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് കൽപ്പാത്തിയിൽ 1900 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മിച്ച 3 ബെഡ്റൂമോട് കൂടിയ നിളയോരം എന്ന വീടിന്റെ വിശേഷങ്ങളാണ്. 45 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നമ്മളിവിടെ പൂർത്തീകരിച്ചു കൊടുത്തത്, ഇന്റീരിയർ അടക്കം. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പുതിയൊരു വീട് എന്ന സ്വപ്നവുമായി വന്ന സതീഷ് ഏട്ടൻ, രാജി ചേച്ചി എന്നിവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവരാണ് നമ്മുടെ നിളയോരം എന്ന വീടിന്റെ ഗ്രഹനാഥനും ഗ്രഹനാഥയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവരുടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു ഒരു വീട് എന്നുള്ള സങ്കല്പത്തേക്ക് വരുമ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ? ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പം സ്വന്തമായിട്ടൊരു വീട് പണിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. അവിടെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. സ്വന്തമായിട്ടൊരു വീട് പണിയണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് സ്ഥലം എടുത്തു. സ്ഥലത്തിനേക്കാളും ഞങ്ങൾക്ക് വീടിനോട് വളരെ ഈച്ച് പോയിന്റും വളരെ പെർട്ടിക്കുലർ ആയിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതായിരുന്നു. അപ്പൊ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം കാരണം നല്ലൊരു ആളെ ഞങ്ങൾക്ക് കിട്ടി. ACS കൺസ്ട്രക്ഷൻ്റെ അതിന്റെ മോൻ റെഫർ ചെയ്തു, നല്ല സീനിയർ ആണെന്ന് പറഞ്ഞു. പക്ഷെ നല്ല എന്താ പറയാ, പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് നമുക്കിപ്പോൾ എപ്പോഴും ഒരു വീട് കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് അതാണ് ഒരു ഓരോ ഏതെങ്കിലും മിസ്റ്റേക്ക്, ചെറിയൊരു വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വരും. അതിൽ പക്ഷെ ഒന്നിലും കോംപ്രമൈസ് ആവാതെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ, ഈവൻ ക്വാളിറ്റിയിലും വളരെ എന്താ പറയുക, വളരെ പ്രൊഫഷണലിസത്തോടു കൂടിയിട്ട് ഞങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ടൈം ലൈനും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങളുടെ ടൈം ലൈന് ഷെഡ്യൂളിൽ തന്നെ തീർക്കാൻ പറ്റി. പിന്നെ എന്താ പറയുക, അതിൽ ആ ടൈം ഷെഡ്യൂളിന് വേണ്ടിയിട്ട് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ചെയ്യാതെ അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈച്ച് പോയിന്റും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരാൻ സുദീപ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങളുടെ ഒരു വീട് എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, നല്ലൊരു എന്താ പറയുക വീട് കിട്ടണം എന്നുള്ളത്. സോ ഈവൻ വന്ന് കണ്ട് ഓരോരുത്തരും, ഞങ്ങൾ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, എന്നാലും മോസ്റ്റ് ഓഫ് നമ്മുടെ റിലേറ്റീവ്സ് വന്ന് കണ്ടവരും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. വളരെ വളരെ ഹാപ്പിയാണ്. സുദീപിനോട് അതിനോട് ഒരുപാട് താങ്ക്സ്. ACS ബിൽഡേഴ്സ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ചേച്ചിയുടെ മോനോടും അതുപോലെ സുദീപ് ഓരോ പോയിന്റിലും ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും, ഞാൻ സീ ഫീൽഡ് ആയത് കാരണം ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനെല്ലാം ഒരു പുകക്കറുപ്പില്ലാതെ വളരെ എന്താ പറയുക, നല്ലൊരു ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കോൺട്രാക്ടർ എന്നുള്ള ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് അറിയാനുള്ളത് ബഡ്ജറ്റിനെ കുറിച്ച്. ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനും ഇത്രയും ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ, എപ്പോഴും കൂടുതലിലേക്ക് പോകുന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്കത് റീസണബിൾ ആയിട്ട്, ഞാനിപ്പോ ഒരിക്കലും വളരെ എന്താ പറയാ, പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണെങ്കിലും ഞാൻ ഒരുപാട് ഒന്നിനും ഞാൻ നെഗോഷിയേറ്റും ചെയ്യേണ്ടി വന്നിട്ടില്ല. റീസണബിൾ ആയിട്ടായിരുന്നു എനിക്ക് സുദീപ് പറഞ്ഞതും. അതിനൊരിക്കലും ഞാൻ ഒരു പോയിന്റ് പോലും നെഗോഷിയേറ്റ് ചെയ്യണം, കമ്മിയാക്കണം എന്നുള്ള രീതിയിൽ പറയേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ അതിലൊരു റെഡ്യൂസും ചെയ്തിട്ടുമില്ല. ആ ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോ കമ്പാരിസൺ ആണ് നമുക്ക്. അതെ അതെ തീർച്ചയായിട്ടും. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വീടും ഇതും തമ്മിൽ ഇപ്പൊ മനസ്സിലിപ്പോ ആരാണെങ്കിലും ഒരു വീട് ഉണ്ടാവുമല്ലോ. അതെ അതെ നമുക്ക് വേറൊരാളുടെ വീട് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു അതെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും. എനിക്ക് ആഗ്രഹത്തിലെ 90% അച്ചീവ് ആയി. 90 അല്ല 99% അച്ചീവ് ആയി എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി വൈസ് ഞാൻ വുഡൻ ഡോർ ഷട്ടേഴ്സ് സ്റ്റീൽ ഫ്രെയിംസിനോട് എനിക്ക് അത്ര കൺവീനിയന്റ് ആയിരുന്നില്ല. പക്ഷെ
റിയലി ഞാനപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഫിനിഷ് നമ്മുടെ വുഡിന്റെ ഫിനിഷ് തന്നെ വരും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായിട്ടും അത് ക്വാളിറ്റി വൈസും അപ്പൊ അതുപോലെ നമുക്ക് സ്ട്രെങ്ത് വൈസും പറഞ്ഞ പോലെ സ്ട്രെങ്ത് വൈസും നമുക്ക് അത് ആണെന്ന് തോന്നുന്നു ബെറ്റർ ആണ്. വുഡിന്റെ ഇത് വുഡിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് സ്റ്റീല് ശല്യങ്ങള് ഷെതലിന്റെ ശല്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം എനിക്ക് പിന്നെ അതുപോലെ ഇവൻ ബ്രിക്ക് ഞാൻ ബ്രിക്കിന് പോവാതെ നമ്മുടെ ബ്രിക്കിലേക്ക് പോയത് അതെല്ലാം എനിക്കൊരു റിയലി ഒരു ന്യൂ അനുഭവമാണ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും തീർച്ചയായിട്ടും അതിൽ നമുക്ക് ക്വാളിറ്റി കൂടുതലേ ഉള്ളൂ, അല്ലാതെ മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ വീട്ടില് മെയിൻ കൺസേൺ എനിക്ക് ഫുൾ ലൈറ്റിംഗ് ആണ് കേട്ടോ. വെന്റിലേഷൻ നല്ലൊരു എന്താ വെച്ചാ നല്ല ഏത് ഇരുട്ടായിട്ട് തോന്നിയില്ല. ഫുള്ളി എപ്പോഴും പ്രകാശവും കാറ്റും വെളിച്ചം ഇടാതെ തന്നെ നല്ല ഉള്ളൂ. അതാണ് നല്ല വെളിച്ചവും കാറ്റും വെളിച്ചവും നല്ലൊരു. ഇല്ലെങ്കിൽ ഒരു ചില വീടുകളിൽ കയറ്റത്തിന് ഒരു സഫോക്കേഷൻ ആവും, നമുക്കൊരു ഭയങ്കര ഒരു ആ ഇരുട്ടും ഒരു ഇത് ഫീല്. തീർച്ചയായിട്ടും നല്ലൊരു വെന്റിലേഷൻ വെളിച്ചം. പർഗോളാസ് മെയിനായിട്ട് സ്കൈലൈറ്റിൽ അതാണ് വെളിച്ചം, സൂര്യപ്രകാശം ഉള്ളിലേക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ അത് നല്ല വെളിച്ചവും എല്ലാം. ഞാൻ ആലോചിക്കും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പുറത്തു കൊണ്ടേ വെയിലത്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ല, ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, വെളിച്ചം കിട്ടുന്നുണ്ട്, നല്ലപോലെ വെളിച്ചം കിട്ടുന്നുണ്ട്. നല്ലൊരു ഔട്ട്പുട്ട്. എനിക്ക് സത്യം ലൈഫിലൊരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു